അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിർസത്തെ ഹബീബ്മാരെ, എമ്മമാടു സൂഫി ഷഹീദ് റളിയല്ലാഹുവിനുടെ പേര് കേൾക്കാത്തങ്ങ ആറുമിക്കാല സൂഫി ഷഹീദ് റളിയല്ലാഹുവിനുടെ ദർബാറുക്ക് സിയാറത്തുക്കും പോവാത്ത ആൾമാർ ബാറി കുരുടിയേറ്റിക്കട്. കൊടക് കർണാടക എന്നല്ല ദക്ഷിണ ഭാരതത്തെ അറിയപ്പെട്ട ഇതിഹാസ പ്രസിദ്ധമായ ഒരു സിയാറത്ത് കേന്ദ്രമായിട്ടിക്കട് ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് റളിയല്ലാഹുവിനുടെ ദർബാർ. അവിടെ ഹിന്ദു മുസ്ലിം ക്രൈസ്തവന് ചെന്നിട്ടു ഒരു വ്യത്യാസവും ഇല്ലാണ്ട് മനുഷ്യന്മാർ അങ്ങനെ ജീവിതത്തിൽ ബണ്ടെങ്കിത്തെ കഷ്ടത്തിക്ക് പരിഹാര കണ്ടെത്തുകൂ സൂഫി ഷഹീദ് റളിയല്ലാഹുവിനുടെ ദർബാർ ബന്നെത്തിക്കൊണ്ടിരിക്കടാറ്. സൂഫി ഷഹീദ് റളിയല്ലാഹുവിനുടെ ജീവിതവും ശത്രുക്കളെ ഉപദ്രവിക്കിയ ഉപദ്രവവും സ്വന്തം പെങ്ങളെ ചതിച്ച ചതിയും പാല് കൊടുക്കുമെന്നെങ്കിത്തെ സംഭവവും അതുമായി ബന്ധപ്പെട്ട എരുമാളിൽ ഇണ്ടും കണ്ടുകൊണ്ടുള്ളെങ്കിത്തെ ആ പാതകല്ലുടെ ആ ചരിത്രമെല്ലാം വൈറ്റിക്കറ് ഞങ്ങളെ ഇണ്ടത്തെ വീഡിയോയിൽ ഞങ്ങൾ ചർച്ചാക്കടെ. റബ്ബുൽ ഇസ്സത്തായ അള്ളാഹു സൂഫി ഷഹീദ് തങ്ങളെ ബറക്കത്തോട് ഞങ്ങളെല്ലാ ആൾമാരെയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഇസ്ലാമിൻ്റെ ധാരാളം ചരിത്രത്തിന് സാക്ഷിയായ ഒരുപാട് നബിമാർ ജീവിച്ചിട്ടുണ്ടെങ്കിലത്തെ ഈജിപ്തിലേറ്റിക്കട് സൂഫി ഷഹീദ് റളിയല്ലാഹു ജനിക്കടെ. അവിടെ ജനിച്ചിട്ട് വളർന്നിട്ട് വലിയായാൽ പിന്നെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗള സിയാറത്ത് ആക്കിയിട്ട് നബി തങ്ങളുടെ സമ്മതപ്രകാരമായിട്ടിക്കട് ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹു സഞ്ചാര തുടങ്ങടെ, യാത്ര സ്റ്റാർട്ടാക്കടെ. ഇസ്ലാമിൻ്റെ സന്ദേശം എല്ലാ ജാഗಗೆ എത്തുപാട്ടൊന്നു ചൊല്ലുടങ്ങിയത് ഉദ്ദേശത്തിൽ യാത്ര സ്റ്റാർട്ടാക്കി ഇങ്കത്തെ സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹു ഒട്ടിಗೆ തൻ്റെ സഹോദരി തൻ്റെ എല്ലൗൾഡേറ്റിക്കട് കൂട്ടിക്കൊണ്ട് വണ്ടി അങ്ങനെ അങ്ങ് ചെണ്ടാലും യാത്ര പുറപ്പെട്ടിട്ട് അങ്ങ് ഇന്ത്യത്ത് എത്തറാറ്. ഇന്ത്യത്തെ പല ജാഗകളും ദീനെത്തുപാട്ടിട്ട് ഹിജറ 11ാമത്തെ ശതമാനത്തിലേക്ക് കുത്തനാട് ചൊല്ലുടെ ജാഗയ്ക്ക് അങ്ങ് എത്തിയിട്ട് അവിടെ അങ്ങ് താമസിക്കിടാറ്. അവിടെ ഉള്ളെങ്കിൽ തുറപ്പ് അല്ലട മുട്ടയിട്ടിക്കിട് ഞങ്ങളെ താമസമല്ല ഇന്ന് അവിടെ ഒരുപാട് ആൾമാർ ഇങ്ങൾട്ടെ കണ്ടുമുട്ടിയിട്ട് ഇങ്ങളെ നല്ല സ്വഭാവത്തിക്ക് അത്ഭുതകരമായ രൂപത്തിൽ ഞങ്ങൾക്ക് മാറ്റം വേണ്ടതായിട്ടിക്കർ ഞങ്ങൾക്ക് കാണ്ടേ. അവിടെ യൂസാക്കി വാങ്ങുന്നെങ്കിലത്തെ പാത്രങ്ങളും മറ്റു സാധനങ്ങളും ഇണ്ടും അവിടെ ഉണ്ടുണ്ടായിട്ടിക്കടെ ചരിത്രം നമുക്ക് പഠിപ്പാട്ടേ. അതിൽ പിന്നെ ഭാഗമണ്ഡല ചുരുടറായത്ത് മുട്ട ഉള്ള താവൂർ കയറ്റിക്കട് ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹു എത്തിരെ. സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹു താവൂരിൽ കുറേ ടൈം താമസിക്കട്. ആ താമസിക്കുന്ന ടൈമിലോ ഇന്ന് ആകെ ഇണ്ടും അവിടെ കാണ്ട് അവിടെയുള്ള പരിസരത്തെ ആൾമാർ എല്ലാവിധ ബഹുമാനത്തോടും ആദരവോടും കൂടി അവത്തെ നോക്കിക്കൊണ്ടും സംരക്ഷിച്ചുകൊണ്ടും വന്നുകൊണ്ടുള്ള അറിയിട്ട് ചരിത്രം നമുക്ക് പഠിപ്പാട്ട്. താവൂറിൽ ജീവിച്ചൽ പിന്നൈറ്റിക്കട് ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹു എമ്മമാട് ചൊല്ലുടെങ്കിത്തെ ചരിത്ര പ്രസിദ്ധമായ ആ റായത്ത് വണ്ടു. സുബ്ഹാനല്ലാഹ്. ആ റായത്ത് വന്നാൽ പിന്നെ അവിടെ റായത്തെ ദിശമേ ബദലാവിടു. കാട് പ്രദേശമായിട്ട് ഇന്ന് അവിടേക്ക് ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവനെ കണ്ടിട്ട് ധാരാളം ആൾമാർ വന്നിട്ട് ഇസ്ലാം സ്വീകരിക്കുന്നതും ഒരുപാട് ആൾമാർ അങ്ങനെ സ്വഭാവം ചേഞ്ചാക്കിയിട്ട് ജീവനെ നല്ലാക്കിയിട്ട് പരിവർത്തനാക്കുന്നതെല്ലാം കണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു സൈഡിൽ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ നല്ല രൂപത്തിൽ പടർന്ന് പന്തലിക്കുന്ന ടൈമിലോ പിന്നൊരു ഭാഗത്തിൽ സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹു ശത്രുങ്ങൾ ജാസ്തി ആയിക്കൊണ്ടിരിക്കുന്നത്. സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹുവിനെ എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കണോ. ആ സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹു ഇവിടെ ഇന്നുണ്ടായെങ്കിൽ സമ്പൂർണ്ണമായിട്ട് ഇസ്ലാം അവിടെ ചെന്നിട്ട് വീർച്ചെങ്കിത്തെ ആൾമാർ എല്ലാ രൂപത്തിലും സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹുവിനെ ഇടങ്ങിയറാക്കുക നോക്കിടാറ്. സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു റോമ പോലും തുടങ്ങാവില്ല. എല്ലാ കുതന്ത്രങ്ങളും തന്ത്രങ്ങളും അങ്ങനെ കൊണ്ട് അവിടെങ്കിത്തെ എന്തെല്ലാം ഐഡിയാസുകളും ഇന്നിട്ട് സൂഫി ഷഹീദിനെ കൊല്ലുക നോക്കിയിട്ട് പോലും ഒരേ ഒരു റോമ തൊടുകാവാത്ത രൂപത്തിൽ അങ്ങാക്കിങ്കത്തെ എല്ലാ ശത്രുങ്ങാക്കിങ്കത്തെ എല്ലാ ഷറുകളും അങ്ങേ തിരിച്ച് കിട്ടണമെങ്കിത്തെ സാഹചര്യം വരുമ്പോൾ എങ്ങനെയെങ്കായിട്ടും സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലണോണ്ട് തീരുമാനിച്ച് ശത്രുങ്ങ ബഹുമാനപ്പെട്ട സൂഫി ഷഹീദിനെ പെങ്ങല മുട്ട ബണ്ടാറ്. പെങ്ങല മുട്ട വന്നിട്ട് മോഹക്ക വാഗ്ദാനങ്ങൾ കൊടുക്കാറ്. നിങ്ങൾക്ക് നിങ്ങൾ പേന എത്ര ബംഗാറും നിങ്ങൾ പേന എനിക്കത്തെ എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ ആക്കിത്തണ്ട. നിങ്ങൾ എന്ത്ര കേക്കിടാറുണ്ടെങ്കിൽ ആക്കിത്തണ്ട. നിങ്ങളെ സഹോദരനായ സൂഫി ഷഹീദിനെ കൊള്ളുകൊള്ളെങ്കിത്തെ വ്യവസ്ഥ നിങ്ങൾ ആക്കിത്തരണോണ്ട് ചെന്നിട്ടാകുമ്പോൾ ശത്രുങ്ങളെ വിരിച്ചെങ്കിത്തെ ആ ഒരു ഹിക്മത്തിൽ തന്ത്രത്തിൽ കുതന്ത്രത്തിൽ ആ സഹോദരി ഭാഗ്യാവിടു. ആ ദുനിയവിയായ ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ മോഹിച്ചുകൊണ്ട് സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹുവിന്റെ ചതിക്കിട് ശത്രുങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹുവിന്റെ കൊള്ളുകൊള്ളെങ്കിത്തെ എല്ലാ തന്ത്രത്തിൽ ആ പെണ്ണിങ്ങും ഭാഗ്യാവിടു. സൂഫി ഷഹീദ് തങ്ങളെ ബണ്ടെങ്കിത്തെ തെരുവല്ല കാട്ടിക്കൊടുത്തിട്ടു വർണ്ണാൾ ആ സൂഫി ഷഹീദിനെ കാത്ത് നിന്നിട്ട് ശത്രുങ്ങ സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹു ബണ്ടെങ്കിത്തെ തെരുവിൽ നിന്നിട്ട് വെടിവെക്കിടാറ്.
ആ ബെടി സൂഫി ഷഹീദ് റളിയല്ലാഹുവിന്റെ പവിത്രമായ ശരീരത്ത് തകിട് സൂഫി ഷഹീദ് റളിയല്ലാഹുവിന് ശത്രുക്കളിൽ നിന്നിട്ട് തപ്പാട്ടി പോയിട്ട് ഒരു പാതക്കല്ല് ഇണ്ടും ദർഗത്തെ പരിസരത്ത് അതെല്ലാം നടന്നു പോയിട്ട് കണ്ടെങ്കിത്തെ ആ ഒരു പാതക്കല്ല് ആ പാതക്കല്ലുടെ അവിടെ സൂഫി ഷഹീദ് റളിയല്ലാഹു പോയിട്ട് കിടക്കിട്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുടെ പവിത്രമായ കുദ്റത്തും സൂഫി ഷഹീദ് റളിയല്ലാഹുവിന്റെ അപാരമായ കറാമത്ത് അവിടെ വെളിവാടു. സൂഫി ഷഹീദ് റളിയല്ലാഹു ആ പാതക്കല്ലുടെ മേലെ കിടന്നിട്ടിരിക്കുമ്പോൾ ഒരു പയ്യ് ഓടിയോണ്ട് വന്നിട്ട് ആ പാതക്കല്ലുടെ മുട്ടുള്ളെങ്കത്തെ പൊലയുടെ തന്നിൽ തൻ്റെ മുല കൽകിയിട്ട് സൂഫി ഷഹീദ് റളിയല്ലാഹുവിനുടെ മുട്ട വന്നിട്ട് ആ പയ്യ് ആ സൂഫി ഷഹീദറെ ബായിക്ക് മുല വെച്ച് കൊടുക്കണു. സൂഫി ഷഹീദ് റളിയല്ലാഹുവിനു ആ പയ്യയുടെ പാല് കുടിക്കരുത്. സുബ്ഹാനല്ലാഹ്, ഞങ്ങളെ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടുള്ളത് ആ ഒരു ജാഗയിട്ടിക്കട് സൂഫി ഷഹീദ് റളിയല്ലാഹുവിനു കിടന്ന പാതകളിലും തലയുടെ അടിക്ക് കൈവച്ച് കിടന്നപ്പോൾ അതിൻ്റെ അടയാളവും സൂഫി ഷഹീദ് റളിയല്ലാഹുവിനുടെ ബാലിൻ്റെ ആ ഒരു അടയാളവും അതുപോലെ പൈ വന്നിട്ട് മുട്ടുകുത്തിയിട്ട് പാല് കൊടുത്തെങ്കിലത്തെ ആ മുട്ടുകുത്തിയതൊരു അടയാളവും അതുപോലെ കാലിൻ്റെ അടയാളവും സൂഫി ഷഹീദ് റളിയല്ലാഹുവിനുടെ കൈയുടെ ബെരലിൻ്റെ അടയാളവും പയ്യയുടെ കഴുത്തിൽ നിന്നെങ്കിലത്തെ ബല്ലിയുടെയും അത് ചങ്ങലിൻ്റെയും അടയാള എല്ലാവും അതുപോലെ സൂഫി ഷഹീദ് റളിയല്ലാഹുവിനു കിബിലക്ക് തിരിഞ്ഞ് നിസ്കരിച്ചെങ്കിലത്തെ ആ കിബിലയുടെ ഗുരുത്തും എല്ലാം എൻ്റെ അവിടെ കണ്ടുകൊണ്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, സൂഫി ഷഹീദ് റളിയല്ലാഹുവിനു പാല് കൊടുത്തെങ്കിലത്തെ ആ പയ്യയുടെ ഉടമസ്ഥൻ മുതലാളി അവൻ മുസ്ലിമായിട്ടിന്ന തൻ്റെ പയ്യയുടെ പാല് കുറഞ്ഞത് കണ്ടിട്ടാകുമ്പോൾ ഭയങ്കര അത്ഭുതമാവിടു. എന്തായിട്ടിക്കും ഈ പാല് കുറഞ്ഞിട്ട് നോക്കുകയെന്നായിട്ട് പയ്യയുടെ കെട്ടിയിട്ട് വെക്കട ബല്ലിയിൽ കെട്ടിയിട്ട. സുബ്ഹാനല്ലാഹ്, പിറ്റാണ്ട് ആ ബല്ലി പൊട്ടുപാട്ടിയിട്ടിക്കിട് സൂഫി ഷഹീദ് റളിയല്ലാഹുവിന് കിടന്ന ജാഗയിൽ വന്നിട്ട് ആ പയ്യ് പാല് കൊടുത്തു പോണ്ടേ. അങ്ങനെ ബല്ലിയിൽ കെട്ടിട്ടാകുമ്പോൾ ബല്ലി പൊട്ടുപാട്ടിയത് പോയത് കൊണ്ടു പിറ്റാണ്ട് ആ മുതലാളി അതിൻ്റെ ഉടമസ്ഥന് ചങ്ങലയിട്ടിട്ടിക്കട് സറപ്പലിയിട്ടിക്കട് ആ പയ്യനെ കെട്ടിട്ടേ. സുബ്ഹാനല്ലാഹ്, അണ്ടും ആ ചങ്ങല പൊട്ടുപാട്ടിട്ട് സൂഫി ഷഹീദ് റളിയല്ലാഹുവിനോട് മുട്ട വന്നിട്ട് പാല് കൊടുത്തെങ്കിലത്തെ അത്ഭുതകരമായ എങ്കിലത്തെ ഒരു കറാമത്തയിട്ടിക്കട് ആ പയ്യയുടെ ഉടമസ്ഥനായ അമുസ്ലിമായ മനുഷ്യനും കാണ്ടേ. അതിലെ എല്ലാ അടയാളവും ഇണ്ടും എരുമാടുടെ എമ്മമാരുടെ ആ പ്രത്യേകമായ ഒരു ജാഗയിൽ നിങ്ങൾക്ക് കാണുക സാധ്യമാവുള്ളൂ. സിയാറത്ത് പോയ ആൾമാരെല്ലാവരും കണ്ടിട്ടിന്ന് ഇക്കുവാറ് ആരെങ്കിലും കാണുവാക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് ആ ജാഗയോടെ എൻ്റെ കേട്ടിട്ട് പോയിട്ട് കാണണമെങ്കിലത്തെ നോക്കണമെങ്കിലത്തെ ഒരു സന്ദർഭം നിങ്ങൾ എല്ലാ ആൾമാരും ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പടിപ്പാട്ടിയ രൂപത്തിൽ ഈമാനോടുകൂടെ ജീവിച്ചിട്ട് നല്ല ആദർശത്തോടുകൂടെ ജീവിച്ച കാരണം കൊണ്ടായിട്ടിക്കട് സൂഫി ജുലുടെങ്കിത്തെ ഒരു പേര് കിട്ടി. അതോടൊപ്പം ശത്രുക്കളുടെ ആ ഒരു വെടിയേറ്റ് മരിച്ച കാരണം കൊണ്ട് ഷഹീദായ കാരണം കൊണ്ട് ഇട്ടിക്കട് ഷഹീദ് ജുലുടെങ്കിത്തെ പേരും കിട്ടിയേ. ഈ രണ്ട് പേരിലറിയപ്പെട്ടത് ഇട്ടിക്കട് സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് റളിയല്ലാഹുവിനുടെ സിയാറത്താക്കൂ ആ ദർബാർക്ക് പെനിങ്ങ് പോകില്ലെങ്കിത്തെ ഒരു അവകാശം ഇല്ല. കാരണം സ്വന്തം പെങ്ങളായിട്ടിക്കട് സൂഫി ഷഹീദ് റളിയല്ലാഹുവിനോട് ചതിച്ചത്. അതുകൊണ്ട് പെണ്ണ് വർഗത്തെ ഒരാളും അവിടേക്ക് പോകില്ലെങ്കിലത്തെ ഒരു പെർമിഷൻ ഇല്ലാത്ത രൂപത്തിലായിട്ടിക്കട് ഉണ്ട് അവിടെ സിയാറത്തും മറ്റു കാര്യങ്ങളും ആക്കിക്കൊണ്ട് വന്നോട്ടുള്ളേ. ഈ ഷഹീദ് റളിയല്ലാഹു പൈ പാല് കൊടുത്ത കാരണം കൊണ്ട് പൈയുടെ അറക്കാണ്ട് അതിലൊരു ബഹുമാന രൂപത്തിലായിട്ടിക്കട് ഇണ്ടുകും എരുമാട ആൾമാർ ജീവിച്ചിട്ട് വന്നോട്ടുള്ളേ. ഉറൂസുരസീരണിക്ക് കാട്ടിയെ വന്നുകൊണ്ട് എന്തുണ്ട് ചൊല്ലടെങ്കിലത്തെ സംഭവമല്ല ഞങ്ങൾ ചെരിക്കുമ്പോഴേ കേൾക്കണമെങ്കിലത്തെ ഒരു വിഷയമായിട്ടേക്കട് ഇതിലൊട്ടിಗೆ എടുത്തു ചൊല്ലണമെങ്കിലത്തെ ഒരു വിഷയ സൂഫി ഷഹീദ് റളിയല്ലാഹുവിനുടെ ദർഗത്തെ മുട്ട് എപ്പോഴും തേനീപ്പ കൂട് കെട്ടിട്ടിക്കട്. കാരണം സൂഫി ഷഹീദ് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു സ്വറ ആ മക്കാമുടെ പരിസരത്ത് നടന്നിട്ടുണ്ടായെങ്കിൽ അങ്ങനെ ആ വലിയ കറാമത്ത് ആ വലിയ മഹിതമായ സ്ഥാനത്തെ ആരെങ്കിലും തമാസാക്കിയതാ എന്തെങ്കിലും ആക്കണമെങ്കിലത്തെ അങ്ങനെ ഇഷ്ടമില്ലാത്ത സ്വറാക്കി ഉണ്ടായെങ്കിൽ ആ തേനീപ്പ വന്നിട്ട് കുത്തിക്കൊണ്ടിന്നെങ്കിലത്തെ ഒരു ധാരാളം അനുഭവങ്ങൾ ഈ ആൾമാർ ചൊന്നരാറ് എണ്ടും ആ ഒരു അത്ഭുതകരമായ കറാമത്ത് ഞങ്ങൾ എരുമാട്ട മണ്ണിൽ കാണുകയാവുള്ളൂ. അവിടെ കീഴിൽ പെണ്ണിങ്ങ് പോകില്ലെങ്കിലത്തെ അവകാശം ഇല്ല. ಅದರ മുട്ട മേലെ ദർഗ ബഹുമാനപ്പെട്ട സയ്യിദ് ഹസൻ സഖാഫ് തങ്ങളുടെ മക്കാമ് മേലുണ്ട്. ആദൂറിൽ നിന്ന് വന്നിട്ട് സൂഫി ഷഹീദര കാലത്ത് ജീവിച്ചെങ്കിൽ ആ ഒരു മഹാൻ്റെ ദർഗ അവിടെ പെണ്ണിങ്ങെല്ലാം പോകുക. അവിടെ അതിലെ കീഴിൽ സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹുടെ ആ ഒരു ദർബാർക്ക് പെണ്ണിങ്ങക്ക്
അങ്ങക്ക് പ്രവേശമേ ഇല്ല. ഇനി സൂഫി ഷഹീദ് തങ്ങൾക്ക് എതിരായിട്ട് അങ്ങനെ ആ മനസ്സിന് തൃപ്തിക്കെതിരായിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ടായെങ്കിലും തേനീപ്പ വന്നിട്ട് കുത്തുറു ചൊല്ലടങ്ങിയത്തെ ആ ഒരു അത്ഭുതകരമായ കറാമത്ത് ഇന്നും നമുക്ക് കാണുക. സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹുവിന്റെ ദർബാറ് ജാതി മത ഭേദമന്യേ ഒരുപാട് ആൾമാർ അങ്ങനെ നല്ല നല്ല നീയത്ത് വെച്ചിട്ട് ബന്ധങ്ങളുള്ളാറ്. മക്കളില്ലാത്തങ്ങ, ബായി വരാത്തങ്ങ, കാത് കേൾക്കാത്തങ്ങ, കണ്ണ് കാണാത്തങ്ങ, അങ്ങനെ തുടങ്ങിയിട്ട് ഡോക്ടർമാർ പോലും കൈപുട്ടങ്കത്തെ ധാരാളം കേസ് എരുമാടെ മണ്ണ് വന്നിട്ട് സൂഫി ഷഹീദിട്ട് ചെന്നിട്ടാകുമ്പോൾ സിയാറത്താക്കിയിട്ടാകുമ്പോൾ അവിടെ നേർച്ചയാക്കിയിട്ടാകുമ്പോൾ പരിഹാരം കിട്ടിയെങ്കത്തെ ധാരാളം സംഭവങ്ങൾ അനുഭവസ്ഥരായ ആൾമാർ ചൊല്ലാറ്. ഭൂമി തടസ്സങ്ങൾ, നഷ്ടപ്പെട്ടു പോയ സ്വത്ത് തിരിച്ചു കിട്ടിയെങ്കത്തത്, കളഞ്ഞു പോയ കാണാണ്ടായെങ്കത്തെ വസ്തുക്കൾ, കന്നുകാലികൾ തിരിച്ചു വന്നെങ്കത്തെ ഒരുപാട് സംഭവങ്ങൾ അനുഭവസ്ഥരായ ആൾമാരിൽ നിന്ന് ഞങ്ങൾ കേട്ടട. ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹുവിന്റെ ദർബാർ ചൊന്നെങ്കിൽ എല്ലാ ടൈമിലും സിയാറത്ത് ജാവും പോലും വ്യത്യാസമില്ലാണ്ട് സിയാറത്ത് പോണ്ടെങ്കിൽ ഒരു ദർബാറായിട്ടിക്കട് ഹിജ്റ 1054 ഷാബാൻ തിങ്കളിലെ ഒരു വെള്ളിയാഴ്ച രണ്ടായിട്ടിക്കട് സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തിൽ നിന്ന് ഇവിടെ എറിഞ്ഞിട്ട് വഫാത്തായിട്ട് പോണ്ടേ. അർഹമുർ-റഹീമായ അള്ളാഹു സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹുവിന്റെ ദറജ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ആ സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റബ്ബേ നീ മാപ്പാക്കി തരണേ അല്ലാ. ഞങ്ങളെ ഉമ്മ, അബ്ബ, എലങ്ങ, മുത്തങ്ങ, പെഞ്ഞി, മക്ക, ഞങ്ങളെ കുടുംബത്തങ്ങ, ഉമ്മ കുടുംബക്കാർ, ഉപ്പ കുടുംബക്കാർ, ഭാര്യ കുടുംബക്കാർ ഞങ്ങളുടെ ദ്വാർക്ക് വസിയത്താക്കിയങ്ങ പഠിക്കട കാലം മുതൽ ഈ നിമിഷത്തോടെ നമുക്ക് ചോറ് തന്നങ്ങ സഹായിച്ചങ്ങ കിതാബ്, വാഹന, വസ്ത്രങ്ങൾ നമുക്ക് തന്നങ്ങ അർഹമുർ-റഹീമായ അള്ളാഹു ഞങ്ങളെ മുത്തഅല്ലിമീങ്ങ ഈ ക്ലാസ് കേൾക്കടങ്ങ ഞങ്ങളെ കൊണ്ട് ദുആകൾ വസിയത്ത് ചെയ്തങ്ങ ഈ ക്ലാസ്സിലെ ഹാദിമീങ്ങ അള്ളാഹു എല്ലാ ആൾമാരെയും സൂഫി ഷഹീദ് തങ്ങളെ ബറക്കത്ത് കൊണ്ട് വിജയിക്കുന്ന മുത്തക്കീങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹുവിന്റെ ദർബാർ സിയാറത്ത് നിരന്തരമായി പോണ്ടെങ്കിൽ ഭാഗ്യ അള്ളാഹു ഞങ്ങൾ എല്ലാ ആൾമാർക്കും തന്ന് നീ അനുഗ്രഹിക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ